റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകളും ചെറിയ കുട്ടികളുമൊക്കെ വഴിയോരത്ത് നിന്ന് ഏകദേശം 1-2 മൈലോളം കല്ലുകൾ എറിഞ്ഞ് ഓടിക്കുന്ന അവസ്ഥയുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകളിൽ നിന്ന് രക്തം പൊടിഞ്ഞു, ശരീരത്തിൽ പലയിടത്തും മുറിവുകൾ പറ്റി. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു തന്നെ കൊണ്ടാവും വിധം പ്രവാചകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടാണ് പിന്നീട് മക്കയെ ലക്ഷ്യമാക്കി തിരിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ ലക്ഷ്യമാക്കി തിരിക്കുന്ന സന്ദർഭത്തിലാണ് വിശ്രമിക്കാൻ വേണ്ടി ഒരു മുന്തിരിത്തോട്ടത്തിൽ കയറുന്നു. നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രമാകാം അത്. ആ മുന്തിരിത്തോട്ടം നമ്മൾ ചരിത്രത്തിൽ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം പരാമർശിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധശത്രുക്കളായ ഉത്ബത്ത് ബിൻ റബീഅയുടെയും ഷൈബത്ത് ബിൻ റബീഅയുടെയും തോട്ടമാണ്. റബീഅയുടെ 2 മക്കൾ ഉത്ബയും ഷൈബയും, ഇവരുടെ രണ്ടാളുടെയും തോട്ടമാണ്. ഇവരന്ന് മക്കയിൽ നിന്ന് തങ്ങളുടെ തോട്ടത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായി അവിടെ വന്നിട്ടുമുണ്ട്. അങ്ങനെ അവരിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ കണ്ടപ്പോൾ അവർക്കൊരു അലിവ് തോന്നി. മക്കക്കാരായ ഖുറൈശികളായ നമ്മുടെ ഒരു ബന്ധു, നമ്മളെ ഒരാൾ തന്നെയാണല്ലോ, ഇങ്ങനെ കല്ലെറിഞ്ഞ് ആളുകൾ ഓടിച്ച് ക്ഷീണിതനായി നിൽക്കുന്ന കണ്ടപ്പോൾ അവർക്ക് ഒരു അലിവ് തോന്നി. അങ്ങനെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അദ്ദാസ് എന്ന് പറയുന്ന അവരുടെ അടിമ, അയാളെ വിളിച്ചു പറഞ്ഞു, കുറച്ച് മുന്തിരി എടുത്തൊരു പാത്രത്തിലാക്കി അവരുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദാസ് എന്ന അടിമ കുറച്ച് മുന്തിരി എടുത്ത് ഒരു പാത്രത്തിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവച്ചു. ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കി തരുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇലൈക അഷ്കു ളഅഫ ഖുവതി, പടച്ചവനെ എൻ്റെ ശക്തിയിലുള്ള ഒരു ദുർബലത, എൻ്റെ ദുർബലത കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അള്ളാഹുവെ നിന്നോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. വഖില്ലത ഹീലത്തി, എനിക്ക് ഈ പ്രബോധനം അങ്ങനെ അത്രത്തോളം വിജയകരമായി നടത്താൻ കഴിയില്ല, അത്രത്തോളം തന്ത്രങ്ങളൊന്നും എനിക്ക് പറ്റുന്നില്ല, ഇതൊന്നും ഞാനിപ്പോൾ ഇങ്ങനെ ത്വായിഫിൽ വന്നിട്ട് അതൊന്നും നടക്കുന്നില്ല, അതൊക്കെ ഞാൻ പടച്ചവനെ നിന്നോട് ആവലാതി പറയുന്നു, ജനങ്ങളൊക്കെ എന്നെ നിന്ദനായി കാണുന്നു, അതൊക്കെ നിന്നോടാണ് ഞാൻ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് യാ അർഹമർ റാഹിമീൻ അൻത റബ്ബുൽ മുസ്തലാഫീൻ, അർഹമുർ റാഹിമീനായ റബ്ബേ, നീയാണ് ദുർബലരുടെ റബ്ബ്, അതുകൊണ്ട് എന്നെ സഹായിക്കണമേ. വ അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്. ഇലാമൻ തക്കിൽനി, ആരിലെ അടുത്തേക്കാണ് നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ആരിലേക്കാണ് എൻ്റെ കാര്യം നീ വിട്ടേക്കുന്നത്. ഇലാ ബഈദിൻ യതജഹമുനി അം ഇലാ അദുവിൻ മലക്തഹു അംരി, ഏതെങ്കിലും ഒരു ബന്ധവും ഇതൊന്നുമില്ലാത്ത ഒരു അപരിചിതരായ ആളുകളിലേക്കാണോ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അതല്ല എൻ്റെ കാര്യം എൻ്റെ മേൽ ആധിപത്യം ചെലുത്തുന്ന എൻ്റെ ശത്രുവിൻ്റെ കയ്യിലേക്കാണോ പടച്ചവനെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് വിഷമത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അവസാനിക്കുന്നത്, പടച്ചവനെ നിനക്കെന്നോട് കോപമില്ല എങ്കിൽ, ദേഷ്യമൊന്നുമില്ല എങ്കിൽ പിന്നെ ഞാനൊരു കാര്യവും വകവയ്ക്കുന്നില്ല, നീ നൽകുന്ന അനുഗ്രഹവും സൗഖ്യവും അതാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് അധികമുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന അവസാനിക്കുന്നു. അങ്ങനെ അദ്ദാസ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ക്രിസ്ത്യാനിയാണ്, അയാൾ അറബി ആയിരുന്നില്ല, അയാൾ കുറച്ച് വിദൂര ദേശത്ത് നിന്ന് വന്ന അടിമയാണ്, ക്രിസ്ത്യാനിയായ അടിമയാണ്. അയാൾ ഈ മുന്തിരി ഒരു പാത്രത്തിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, കഴിക്കൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാത്രത്തിൽ കൈവച്ച് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചു. അപ്പോൾ ഈ അദ്ദാസ് എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രവാചകൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. കാരണം അയാൾ അന്ന് വരെ അങ്ങനെ ഒരു വാചകം കേട്ടിട്ടില്ല. അറബികളായ അയാളുടെ യജമാനന്മാരോ ഉത്ബയോ ഷൈബയോ ത്വായിഫിലുള്ള സഖീഫ് ഗോത്രക്കാരോ വേറെ അയാൾ ജോലിയെടുത്ത ഏതെങ്കിലും അറബി പ്രമുഖന്മാരോ അറബികളോ അങ്ങനെ ഒരു കാര്യം ചൊല്ലിയിട്ട് കഴിക്കുക എന്നൊരു സമ്പ്രദായം അയാൾ കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഈ നാട്ടുകാർ പറയാത്ത ഒരു വാചകം തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്, അതെന്താണ് അതിന് പിന്നിലുള്ള, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഏതാണ് നിൻ്റെ നാട്, നീ ആരാണ്? വമിൻ അഹ്ലി അയ്യി ബിലാദിൻ അൻത യാ അദ്ദാസ്, നീ ഏത് നാട്ടുകാരനാണ്? വമാ ദീനുക്, നിൻ്റെ മതം ഏതാണ്? അദ്ദാസ് പറഞ്ഞു, ഞാൻ നസ്രാനിയാണ്. വഅന റജുലുൻ മിൻ അഹ്ലി നീനവ, ഞാൻ നീനവ പ്രദേശക്കാരനാണ്. നീനവ എന്ന് പറഞ്ഞാൽ ഇറാഖിലെ ഒരു പ്രദേശമാണ്, ഇന്നുള്ള പ്രദേശം. അപ്പോൾ നീനവക്കാരനാണ് ഞാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഖറിയത്തിർ റജുലി സ്വാലിഹ് യൂനുസ് ഇബ്നു മത്താ, നല്ല മനുഷ്യനായ സ്വാലിഹായ യൂനുസ് ഇബ്നു മത്തായുടെ നാട്ടുകാരനാണല്ലേ, അഥവാ യൂനുസ് നബിയുടെ നാട്ടുകാരനാണല്ലേ
അപ്പോൾ അദ്ദാസിന് അത്ഭുതം, നിങ്ങൾക്കെങ്ങനെ യൂനുസിനെ അറിയാം? യൂനുസ് ബിൻ മത്തായെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വമാ യുദ്രീക മാ യൂനുസ് ബിൻ മത്ത, യൂനുസ് ബിൻ മത്ത ആരെന്ന് നിങ്ങൾക്കറിയോ? എന്താണ് അദ്ദേഹം എന്തായിരുന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അതെങ്ങനെ? ഈ നാട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക്ക അഖി, അതെൻ്റെ സഹോദരനാണ്. യൂനുസ് ബിൻ മത്ത എന്ന് പറയുന്നത് യൂനുസ് റളിയല്ലാഹു അൻഹു എനിക്ക് അറിയാത്ത ആളൊന്നുമല്ല. കാന നബിയ്യൻ വ അന നബിയ്യുൻ, യൂനുസ് നബിയായിരുന്നു, അതുപോലെ തന്നെ യൂനുസ് എൻ്റെ സഹോദരൻ യൂനുസ് നബിയായിരുന്നു, ഞാനും നബിയാണ് എന്ന് പറഞ്ഞു. അദ്ദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദാസിന് യൂനുസ് നബിയെക്കുറിച്ച് അറിയാം, യൂനുസ് നബിയുടെ ചരിത്രം അറിയാം, യൂനുസ് നബിയുടെ നാട്ടുകാരനാണ് അദ്ദാസ്, അതേസമയം ക്രിസ്ത്യാനിയാണ് അദ്ദാസ്. അദ്ദാസിന് ആ സമയം ഉണ്ടായ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചിന്തയുണ്ടായാലും എന്ത് വികാരമുണ്ടായാലും അദ്ദേഹം നേരെ ആ സന്ദർഭത്തിൽ ചെയ്തത് കുനിഞ്ഞു കിടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയും കൈകളും കാലുകളും ചുംബിക്കുക എന്നതായിരുന്നു. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകനെ മുന്നിൽ കണ്ടിട്ട് സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്, പ്രവാചകൻ അദ്ദേഹം വിശ്വസിച്ചതാണ്. ഇന്നും ആ പ്രദേശത്ത് ത്വായിഫിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അദ്ദാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ളൊരു പള്ളി നമുക്ക് കാണാൻ കഴിയും, മസ്ജിദു അദ്ദാസ് എന്ന പേര്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്ബയും ഷൈബയും അപ്പുറത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, നമ്മുടെ അടിമ അവൻ്റെ കാര്യം പോക്കായത് തന്നെ, മുഹമ്മദ് അവനെയും ചീത്തയാക്കി, അവനെയും ഫസാദാക്കി, അവനെയും സിഹർ ചെയ്തു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അദ്ദാസ് ഇതൊക്കെ കഴിഞ്ഞ് അദ്ദാസ് തിരിച്ചു വന്നു. ഉത്ബയും ഷൈബയും ചോദിച്ചു, എന്താണ് അദ്ദാസ് നീ കാണിച്ചത്? മാലക തുഖബ്ബിലു റഅസ ഹാദ റജുൽ, നീ എന്തിനാ അയാളുടെ ശിരസ് ചുംബിക്കാൻ പോകുന്നത്? അയാളുടെ കൈകളും പാദങ്ങളും ചുംബിക്കാൻ പോകേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ ഇയാൾ പറഞ്ഞു, യാ സയ്യിദി, അല്ലെങ്കിൽ എൻ്റെ യജമാനന്മാരെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, ഈ ലോകത്ത് എന്തൊക്കെ പകരം തന്നാലും, ഈ ലോകത്തുള്ള എത്രയൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടായിരുന്നു അതിനൊക്കെയുള്ള മൂല്യമുള്ള, അതിനേക്കാളൊക്കെ മൂല്യവത്തായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വേറൊരാൾക്കും അറിയാൻ കഴിയില്ലാത്ത, ഒരു പ്രവാചകനല്ലാതെ മറ്റൊരാൾക്കും അറിയാൻ കഴിയില്ലാത്ത കാര്യമാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഉത്ബയും ഷൈബയും അന്ന് വരെ മുശ്രിക്കീങ്ങളായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പുണ്ടായിരുന്ന ഉത്ബയും ഷൈബയും നസ്രാനിയായ, തങ്ങളുടെ മതത്തിൽപ്പെടാത്ത, മുശ്രിക്കല്ലാത്ത എന്നാൽ നസ്രാനിയായ വേറൊരു മതക്കാരനായ അദ്ദാസിനോട് പറഞ്ഞത് രസകരമാണ്. അദ്ദാസ്, നിനക്ക് നാശം, ആ മുഹമ്മദ് നിന്നെയും നിൻ്റെ ദീനിൽ നിന്ന് തെറ്റിക്കാതിരിക്കട്ടെ. സത്യം പറഞ്ഞാൽ മുഹമ്മദിൻ്റെ ദീനേക്കാൾ നിൻ്റെ ദീനാണ് നല്ലത്. നസ്രാനിയോട്, മുശ്രിക്കായ ഒരു മനുഷ്യ രണ്ട് പേർ അന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫൈന ദീനക്ക ഖൈറും മിൻ ദീനി, നിൻ്റെ ദീനാണ് അവൻ്റെ ദീനേക്കാൾ ഖൈർ, അത് തന്നെ നിൽക്കൂ, അതിലേക്ക് പോകരുതേ എന്ന് പറയുകയാണ്. പിന്നീട് അദ്ദാസിനെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് മടങ്ങി വന്നു.